मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। ए दिल दीवाने, खेल है क्या जाने, दर्द भरा ये गीत कहाँ से इन होठों पे आए। दूर कहीं ले जाए, भूल गया क्या भूल के भी है मुझको याद जरा सा, फिर भी मेरा मन प्यासा। बात पुरानी है, एक कहानी है, बिजुली बनकर गगन पे चमकी, बीते समय की रेखा मन संग आँख मिचोली खेले, आशा और निराशा, फिर भी मेरा मन प्यासा। बरसों बीत गए, हमको मिले बिछड़े, बिजुली बनकर गगन पे चमकी, बीते समय की रेखा संग आँख मिचोली खेले, आशा और निराशा, फिर भी मेरा मन प्यासा। मेरे नैना सावन भादो, फिर
फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. സഞ്ജയ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പിന്നെ കോസ്റ്റ്യൂം എന്താടാ, പല ഇതും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണോ? എവിടെ നിന്ന് വാങ്ങിച്ച്? ഇവിടെ തന്നെ കിട്ടിയ കോട്ടാണ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി. സഞ്ജയ്, സൂപ്പർബ് സോങ് ഡാ, സൂപ്പർബ് സോങ്. ഇത്ര നല്ലൊരു സെലക്ഷൻ ഈ ഒരു റൗണ്ടിന്. ശരിക്കും ആ ഒരു ബോളിവുഡ് പഴയ റെട്രോ വൈബിലേക്ക് തന്നെ പോയി. ഇത് ലതാജിയും പാടിയിട്ടുണ്ട് ഇതിന്റെ വേറൊരു വേർഷൻ. വളരെ സൂപ്പർബ് സെലക്ഷൻ. നന്നായി പാടി. ഇതില് എനിക്ക് തോന്നിയത് ഒന്ന് ഹിന്ദി ഡിക്ഷൻ, പിന്നെ ഇതില് ചില വാക്കുകൾ മേരേ, അത് ശരിക്കും പറഞ്ഞു തന്നെ പഠിക്കണം. അത് പഠിച്ചാലേ അത് വരുള്ളൂ. അതുപോലെ അങ്ങനത്തെ ഒരു ശീലമില്ലാത്തത് കൊണ്ടാണ് ആ ഭാഷ അത് വരാത്തത്. നമ്മൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇവിടെ ഒരു സ്ഥലത്ത് മാറിപ്പോയി അല്ലേ വരി? അനുപല്ലവി ചരണം തന്നെ പാടി അല്ലേ? നിൽക്കുന്നേ ഇല്ല. അത് മൂന്ന് സ്റ്റാൻസാ അല്ലേ? ഇതിനേക്കാൾ കുറച്ച് ഗംഭീരമാക്കാൻ പറ്റും സഞ്ജയ്ക്ക്. ഓക്കെ, പ്രാവശ്യം ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ്, നല്ല പാട്ട്. നീ ഹിന്ദി അറിഞ്ഞൂടെങ്കിലും അതിനൊരു സോള് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സഞ്ജയ്. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് കിഷോർദായുടെ പാട്ട് തന്നെയാണ്. എനിക്ക് ഇച്ചിരി ഒരുപാട് ഇഷ്ടം കൂടുതൽ കിഷോർദായുടെ പാട്ടാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ആ മുകളിൽ പാടുമ്പോൾ ആ സസ്റ്റൈന് കൊടുത്തേക്കുന്ന ഒരു വിബ്രാറ്റോയ്ക്ക് വരെ അർത്ഥമുണ്ട്. ചുമ്മാ അങ്ങ് പാടുകയല്ല മണ്ടത്തിനായിട്ട് കേട്ടോ. കുറേ സന്തോഷം കേട്ടോ. എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം സഞ്ജയ്. പിന്നെ ഈ ഡിക്ഷൻ കുറച്ചും കൂടെ ഫിർഭി എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ഒരു സുഖമാക്കാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ തോന്നുമെങ്കിൽ ആലോചിച്ച് നോക്കാം. ഞാൻ ഹിന്ദിയിൽ നിൻ്റെ ഗുരുവാണ്, അപ്പോൾ അത് ആലോചിച്ചാൽ മതി കേട്ടോ. അങ്ങനെ എനിക്ക് ഈ അനുപല്ലവിയിൽ ഫോർത്ത് ലൈൻ ഒന്ന് പാടാം. കമ്പോസ് ചെയ്യരുത്. എടാ ചക്കര, ആ ഗ്ലൈഡൊക്കെ ഇങ്ങനെ പോട്ടെ. അതിപ്പോൾ എനിക്ക് പാടി കാണിക്കാനും പറ്റത്തില്ല. അതൊരു കട്ടല്ലാണ്ട് അത് ഒന്ന് ഒഴുക്കി അങ്ങോട്ട് കയറ്റാമോ? അവിടെ അത്രയും ബലം വേണ്ടടാ. दूर कहीं ले जाए. അതും വേണ്ട, അങ്ങനെ കിക്കിളിപ്പെടുത്തണ്ട കേട്ടോ. അത് സോഫ്റ്റ് ആക്കുക. പിന്നെ ലിറിക്ക് വേറെ ഏതെണ്ടൊക്കെ പാടിയല്ലേ. അല്ല, എനിക്കൊന്നും മനസ്സിലായല്ലോ കേട്ടോ, ഉള്ള സത്യം പറയാമല്ലോ. ഏത് പാടിയാലും എനിക്കൊക്കെയാണ്. ഇവിടെ ഷാനും മഞ്ചരിയൊക്കെയാണ് പറഞ്ഞത്. ലിറിക്കെല്ലാം എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളത് നോക്കിയതുമില്ല ഞാൻ മോനെ. അതുപോലെ രണ്ടാമത്തെ ശരണം. हमको मिले बिछड़े, हम मिले बिछड़े. മതി. ഒരു ബലവും വേണ്ട കേട്ടോ സംഗതികൾക്കൊന്നും. ഒരു അങ്ങനെ ഒരു ശക്തിയുള്ള അങ്ങനെ കൊടുക്കേണ്ട പാട്ടുമല്ല. അതൊന്നും വേണ്ട. രാജ് ഓണർ അല്ലിത്. അതിമനോഹരമായിട്ടുള്ളൊരു കോമ്പസിഷനാണ്, പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഓർക്കസ്ട്രേഷനും എന്താ ഡിഫറെൻറ്റ് തലങ്ങൾ നമ്മളെ കാണിച്ചൊരു പല കളേഴ്സ് നമ്മളെ കാണിച്ചു തരുന്ന വിധത്തിലൊരു ഓർക്കസ്ട്രേഷനാണ് അദ്ദേഹം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള പാട്ട്. ഓൾ ദി ബെസ്റ്റ് സഞ്ജയ്. സഞ്ജയ് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സ്ട്രക്ചറുള്ളൊരു കോമ്പോസിഷനാണിത്. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഒരു കുറേ വിഷൻസ് അല്ലെങ്കിൽ കുറേ വിഷ്വൽസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ടൈപ്പ് ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര കമ്പോസിഷൻ. പിന്നെ ഇത് പാടിയിരിക്കുന്നത് കിഷോർദ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇത് പാടും, ഒരു ഭാഗത്ത് മേരെ സാമനെ വാലെ ഖിഡ്കിമേ പാടും, അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും പാടും. അത്
വെർസറ്റാലിറ്റിൻ്റെ അങ്ങേ അറ്റാണ്. അതും ആ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടം എന്നൊന്ന് ഓർക്കണം. അപ്പം അത് വേറെ മനുഷ്യൻ, നമുക്ക് അവരെ പറ്റി സംസാരിക്കാൻ പോലും യോഗ്യതയില്ല. അത്രയും ഗംഭീര സിംഗറും മ്യൂസീഷ്യൻസിൻ്റെയും ഒരു ഉഗ്രം കമ്പോസിഷൻ. സഞ്ജയ്, എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ലിറിക്ക് തെറ്റി, അത് സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തു, അത് ഓക്കെ. ഇപ്പോൾ വരികൾ അറിയാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിറിക് ഷീറ്റ് ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ ഇതാർക്കും മനസ്സിലാവില്ല. അത് അത്രയും സ്മാർട്ടായിട്ട് സഞ്ജയ് മാനേജ് ചെയ്തിട്ടുണ്ട്. അത് ഹാറ്റ്സ് ഓഫ്. അതൊരു കഴിവാണ്. പക്ഷെ അത് സംഭവിക്കാതെ നമ്മൾ നോക്കാന്നുള്ളതാണ്. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. സഞ്ജയ് ഉഗ്രം പാട്ടുകാരനാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. അത്ര നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. സഞ്ജയ് സാറേ 8.7 മാർക്സ്. താങ്ക് യു സർ. ഷാനിക. 8.7. താങ്ക് യു ഛാനിക. അത് തന്നെ, സെയിം മാർക്സ്. എന്താ ഒന്നുമില്ല. എന്താ അവിടെ എന്ത് പറ്റി എന്നാലോചിച്ച് നോക്കിയോ? ഓ, തകാനക്കുടത്തിലേക്ക്. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17.4. ഓക്കേടാ.